ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ കിച്ചൺ ക്ലീനിങ് റൊട്ടീന് കാണാം കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒറ്റ പ്രാവശ്യം ഉണ്ട് കിച്ചണ് ഡീപ്പ് ക്ലീനായിട്ട് ക്ലീൻ ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ലഞ്ചും ഞാൻ പ്രിപ്പയർ ചെയ്യും കേട്ടോ. പിന്നെ ആദ്യം ചെയ്യുന്ന ജോലി ഡിഷ് വാഷറിൽ റീലോഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഞാനൊരു പ്രാവശ്യം ഡിഷ് വാഷർ ദിവസം യൂസ് വരാറുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഈ ടൈം ആകുമ്പോഴേക്കിന് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കഴുകാനായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള പ്ലേറ്റ്സ് മാത്രമല്ലേ കഴുകാനുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ആ ഒരു 4 പ്ലേറ്റല്ലേ, അത് അപ്പം തന്നെ കഴുകി വെക്കും. ഞാൻ എപ്പോഴും ഫുഡ് മാറ്റുമ്പോൾ നമുക്ക് ഓവനിൽ വെച്ച് ചൂടാക്കാനും ഫ്രിഡ്ജിൽ വെക്കാനും കൂടെ പറ്റിയ പാത്രത്തിലേക്കാണ് കേട്ടോ മാറ്റുക. അപ്പോൾ പിന്നെ അത് കഴുകാനൊന്നും ഉണ്ടാവില്ല, അത് തന്നെയാണ് സെർവ് ചെയ്യലും കഴിക്കലൊക്കെ. ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കലും ആ ഒരു പാത്രത്തിൽ തന്നെയാണ്. പിന്നെ പിറ്റേ ദിവസം അത് കാലിയാവുമ്പോഴാണ് എടുത്ത് ഒഴിവാക്കി ഡിഷ് വാഷർക്ക് വെക്കുക കേട്ടോ. അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഒറ്റ പ്രാവശ്യമാണ് ഡിഷ് വാഷർ യൂസ് ചെയ്യേണ്ടി വരാറുള്ളൂ കേട്ടോ. അപൂർവം ചില ദിവസങ്ങളിൽ മാത്രമാണ് 2 പ്രാവശ്യം യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ചിലർക്കൊക്കെ ഉള്ള സംശയമാണ് ഡിഷ് വാഷറിൽ പാത്രം വെക്കുമ്പോൾ കഴുകിയിട്ടാണോ വെക്കുക എന്ന് കേട്ടോ. അല്ല കേട്ടോ, നമ്മൾ സിങ്കിലേക്ക് പാത്രം കഴുകാനായിട്ട് ഇടുമ്പോൾ എന്താ ചെയ്യുക, വലിയ വേസ്റ്റൊക്കെ തട്ടിയിട്ടല്ലേ ഇടുക. അതേപോലെ തന്നെയാണ് കേട്ടോ ഇതിലും ചെയ്യുക. വലിയ വേസ്റ്റൊക്കെ തട്ടിയിട്ട് ചെറിയ വേസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കോളും. വലിയ വേസ്റ്റൊക്കെ തട്ടിയിട്ട് അതിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അത് വെക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. 12 പ്ലേസ് 13 പ്ലേസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ കണക്ക്. അപ്പോൾ ആ പ്ലേസിനനുസരിച്ച് നമ്മൾ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ചാണ് പാത്രം വൃത്തിയായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഫിനിഷിൻ്റെ ഡിഷ് വാഷർ ഡിറ്റർജൻറ്റാണ് ഞാൻ വാങ്ങാറുള്ളത്. ഇപ്പോൾ അത് ഇന്നലെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിരുന്നു. ഇന്ന് ഇപ്പോൾ 9 മണിയാകുമ്പോഴേക്കിന് സാധനം വീട്ടിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിടണം. സിങ്ക് ക്ലീൻ ചെയ്യാൻ ഞാൻ ഈ സിഫിൻ്റെ ഈ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് വലിയ എഫോർട്ടൊന്നും ഇല്ലാതെ തന്നെ നല്ല ക്ലീനായി കിട്ടും. അതേപോലെ തന്നെ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കൗണ്ടർ ടോപ്പും വേറെല്ലൊക്കെ ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു തരുമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് പിങ്ക് എന്ന് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ കളറ് പിങ്ക് കളറാട്ടോ. അപ്പോൾ അതിൻ്റെ കളറാണ് പറയുന്നതെന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അല്ല, പിങ്ക് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് തന്നെ കേട്ടോ. പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റായിട്ടും കിട്ടും, സ്പ്രേ ആയിട്ടും നമുക്ക് കിട്ടും കേട്ടോ. പിങ്കിൻ്റെ പേസ്റ്റാണ് ഞാൻ കൗണ്ടർ ടോപ്പിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. എനിക്കിപ്പോൾ ഇതുവരെ ഈ വൈറ്റ് കൗണ്ടർ ടോപ്പ് കറ പിടിക്കുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞാൻ ബേസിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ ഇനി ഒരു ബ്ലോഗിൽ ഞാൻ കാണിക്കട്ടെ, എൻ്റെ ക്ലീനിങ് പ്രോഡക്റ്റ്സ് എല്ലാം കാണിക്കാം. അപ്പോൾ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അത്രയൊക്കെ ഉള്ളൂ. ബൈ.